അധ്യക്ഷൻ നമ്മുടെ കുറ്റിപ്പുഴ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി NK ഇസഹാക്കാണ്. അദ്ദേഹത്തെ അധ്യക്ഷനായി ക്ഷണിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുന്ന ഒന്നാണ് സാംസ്കാരിക മുന്നേറ്റത്തിന് ഐക്യമുന്നണി എന്ന മുദ്രാവാക്യം. നമ്മുടെ ഓരോ സംഘടനകൾക്കും അതിൻ്റേതായിട്ടുള്ള ശക്തി ബലഹീനതകളെല്ലാം ഉണ്ട്. പക്ഷേ ഈ സംഘടനകളെല്ലാം തന്നെ ഒരേ മേഖലയിൽ ഒത്തുകൂടിയാൽ ഒന്നിച്ച് കൈകോർത്താൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നതാണ് അനുഭവങ്ങൾ പറയുന്നത്. ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ്. ഓരോരുത്തരുടെയും ഓരോ വ്യക്തിയും അതേപോലെ തന്നെ അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകളും ഒന്നിച്ച് നിൽക്കേണ്ട ആവശ്യകതയാണ് ഈ കാലഘട്ടം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാനത്തായാലും ശരി, ദേശീയ തലത്തിലായാലും ശരി, എതിർ ശബ്ദങ്ങളെ അടിച്ചൊതുക്കുന്ന എതിർ ശബ്ദങ്ങളൊന്നും വേണ്ട, എല്ലാം ഏകത്വത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന സംഘടനകളും നേതാക്കളുമാണ് നമ്മെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ എതിർസ്വരങ്ങൾ ഉണ്ടാകണം, കൈകൾ ഉയരണം. പീഡിതരായിട്ടുള്ളവർക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ട ആവശ്യകത കാലഘട്ടം ഇന്ന് ആവശ്യപ്പെടുന്നു. ഈ സന്ദർഭത്തിലാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളല്ലാത്ത ഈ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതേപോലെ ജാതിക്കും മതത്തിനും അന്ധവിശ്വാസങ്ങൾക്കും എല്ലാവിധ പീഡനങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തുന്ന നേതാക്കന്മാർ നയിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇന്നിവിടെ ഉള്ളത്. അവരുടെ എല്ലാം കൂട്ടായിട്ട് ഒരു സംരംഭമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ പ്രസിഡന്റ് ES പ്രദീപ് പറഞ്ഞതുപോലെ കേരള തിരുവനന്തപുരം യുക്തിവാദി സംഘവും നേരത്തെ പറഞ്ഞ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളല്ലാതുള്ള വിപ്ലവ പാർട്ടികളും എല്ലാം കൂടി ചേർന്ന് നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് കാഴ്ചവെച്ച അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ വിലയിരുത്തി കാണും. ഇനിയും നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സെമിനാർ നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് പുതിയ വിദ്യാഭ്യാസ നയം, വെല്ലുവിളികളും സാധ്യതയും സാംസ്കാരിക മുന്നേറ്റത്തിന് ഐക്യമുന്നണി എന്ന വിഷയമാണ്. ഇതിൽ B. ശശീലൻ സഖാവ്, നാഗേഷ്, EP അനിൽ തുടങ്ങിയവരാണ് സംസാരിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് സുശീല സഖാവിനെ ക്ഷണിക്കുന്നു. ആദ്യമായി യുക്തിവാദി സംഘം തിരുവനന്തപുരം സമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കട്ടെ. സാംസ്കാരിക ഐക്യമുന്നണി എന്ന മുദ്രാവാക്യത്തിന് രണ്ടാം ലോക യുദ്ധ കാലഘട്ടത്തിലുണ്ടായ ഒരു പ്രസക്തി ഈ അവസരത്തിൽ നമുക്ക് ഓർത്തെടുക്കണം. രണ്ടാം ലോക യുദ്ധ സമയങ്ങളിൽ ലോകത്തിലെ ഫാസിസ്റ്റ് നാസിസ്റ്റ് ചേരികൾക്ക് ബദലായി രാഷ്ട്രങ്ങൾ തന്നെ ഒന്നിക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യത്തിനോടൊപ്പം തന്നെയാണ് സാംസ്കാരിക രംഗത്തും പുതിയൊരു അന്വേഷണത്തിൻ്റെ തുടർച്ച എന്ന അർത്ഥത്തിൽ ലോകത്താകെയുള്ള സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു ഐക്യം ആഹ്വാനം ചെയ്യപ്പെട്ടു. ഇന്ന് ഇന്ത്യയുടെ സാഹചര്യവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇപ്പോ തിരുവനന്തപുരം നഗരം എടുത്താൽ തിരുവനന്തപുരം രാഷ്ട്രീയമായി പലപ്പോഴും അത്ര പക്വമായ തീരുമാനങ്ങൾ എടുക്കാൻ ശീലിച്ചിട്ടുള്ള ഒരു പൊതുസമൂഹമല്ല തിരുവനന്തപുരം, നമുക്കറിയാം. അന്ധവിശ്വാസത്തിൻ്റെയും അവിശ്വസനീയമായ അനാചാരങ്ങളുടെയും ഒരു ഈറ്റില്ലം എന്ന അർത്ഥത്തിൽ എന്ന് മാത്രമല്ല ലോകം കണ്ട ഏറ്റവും അപകടകാരികളായ
മത രാജഭരണത്തിന്റെ പ്രതീകങ്ങളായി ഇന്നും പലതും നിലനിൽക്കുന്ന തിരുവനന്തപുരത്ത് ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ സംഭവിച്ച തെരഞ്ഞെടുപ്പിലെ വിജയം പരിശോധിക്കുമ്പോൾ ഒരു വശത്ത് ഒരു 35% വോട്ട് ലഭിച്ച, ഞാൻ മുമ്പ് പറഞ്ഞ പൊതുസമൂഹത്തിന് അനിഷ്ടങ്ങൾ എന്ന് തോന്നേണ്ട ആശയങ്ങളുടെ വക്താക്കൾ കോർപ്പറേഷന്റെ ഭരണം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിൽ 34.4% വോട്ട് നേടിയവർ അധികാരത്തിലെത്തുമ്പോൾ ഇപ്പുറത്ത് അതിനെ എതിർക്കാനായി ഏകദേശം 66% ആളുകൾ നിലവിലുണ്ട് എന്നതാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യം. പക്ഷേ ജനാധിപത്യ സംവിധാനത്തിൽ ഇത്തരം ആശ്വാസ നടപടികൾ കൊണ്ട് വലിയ കാര്യമില്ല എന്ന് നമുക്കറിയാം. ഈ സാഹചര്യത്തിലാണ് ഞാൻ ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി കരുതി വന്നിരുന്ന കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ശ്രീ ദിഗ്വിജയ് സിംഗ് ഇന്നലെ ഇന്നും നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. കോൺഗ്രസുകാർ RSSന്റെ പലതും കണ്ടുപഠിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തെ പിന്തുണയ്ക്കുവാൻ തിരുവനന്തപുരം നഗരത്തിന്റെ അല്ലെങ്കിൽ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിലെ പാർലമെന്റ് അംഗമായ മിസ്റ്റർ ശശി തരൂർ അദ്ദേഹത്തിന്റെ നിലപാടിനെ ന്യായീകരിക്കും. നോക്കൂ, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരുപക്ഷെ ഏറ്റവും രഹസ്യാത്മകമായി പ്രവർത്തിക്കുന്ന, പരസ്യമായി തങ്ങളുടെ സംഘടനയുടെ ജന്മദിന ആഘോഷത്തിൽ ആയുധം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന, ആയുധം വിതരണം ചെയ്യുന്ന, നാസിസം എന്ന് പറയുന്ന നാസി പാർട്ടിയുടെ ചിഹ്നമായ കുറുവടികൾ കെട്ടിയുള്ള അതിന്റെ അറ്റത്തുള്ള മഴുവിനെ ഓർമ്മിപ്പിക്കും വിധം കുറുവടിയും ജന്മദിനത്തിൽ ഈ പറയുന്ന മഴുകളും വിതരണം ചെയ്യുന്ന ഒരു ഏറ്റവും ഭീകരമായ 100 വർഷം പിന്നിട്ട ഒരു സംഘടനയുടെ ചില മാർഗങ്ങൾ, ചില രീതികൾ കോൺഗ്രസ് അവലംബിക്കണം എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് സാംസ്കാരികമായ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നോക്കൂ, നമ്മൾ എല്ലാ രാജ്യവും അവരുടെ ദേശീയതയിൽ ആ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്, അതിനെ ഗൗരവതരമായി എടുക്കുന്നത് കൊണ്ടാണ് ഓരോ രാജ്യവും അതിന്റെ ദേശീയതയിൽ ഉറച്ചു നിൽക്കുന്നത്. അപ്പോ നമ്മുടെ ദേശീയത, ഇന്ത്യയുടെ ദേശീയത എന്തായിരിക്കണം എന്നൊരു ചോദ്യം തന്നെ ഇവിടെ പ്രസക്തമായിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മുടെ ദേശീയത എന്ന് പറയുന്നത്, നാഷണലിസം എന്ന് പറയുന്നത്, നാഷണൽ റിലീജിയനിസം, മതാത്മകമായ ദേശീയതയിലാണ് ഇന്ത്യയുടെ ഭാവി എന്ന് ജനങ്ങളോട് പറയുന്നവരുടെ അധികാരത്തിലേക്കാണ് നമ്മൾ ചൂടുമാറി വെച്ചിരിക്കുന്നത്. ഈ വിഷയം പരിശോധിക്കുമ്പോഴാണ് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഇവർ നടത്തിയിട്ടുള്ള അധിനിവേശത്തിന്റെ വ്യാപ്തി ബോധ്യപ്പെടുന്നത്. നമ്മുടെ രാജ്യം എന്തുകൊണ്ടാണ് ഒരു സെക്യുലർ നാഷണൽ ഇടമായി മാറിയത്? രാജ്യം, നമ്മുടെ നാഷണലിസം ഈ സെക്യുലർ എന്ന് പറയേണ്ടി വന്നത് ഏതെങ്കിലും ചില നേതാക്കന്മാരുടെ താല്പര്യപ്രകാരമായിരുന്നില്ല, മറിച്ച് ദേശീയതയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങളെ പരിശോധിക്കുമ്പോൾ അതിന്റെ എല്ലാം ഉള്ളടക്കങ്ങളിൽ അതിശക്തമായിരുന്ന ഒരു സെക്യുലറിസം. നമ്മൾ ഉദ്ദേശിക്കുന്ന സെക്യുലറിസം എന്ന് ഉദ്ദേശിക്കുന്നത് വ്യക്തികൾക്ക് മതബോധമുണ്ടെങ്കിലും പൊതുവിഷയങ്ങളിൽ അവർ മതാതീതമായി സ്വന്തം നാടിനു വേണ്ടി ഒന്നിക്കുന്ന ഒരു വികാരം ഈ രാജ്യത്ത് വളരെ ശക്തമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ദേശീയത എന്തെന്ന ചോദ്യത്തിന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഇന്ത്യൻ ദേശീയത എന്നാൽ സെക്യുലറിസമാണ്, സെക്യുലറിസ്റ്റ് ഇന്ത്യയാണ്. ഇന്ത്യയുടെ വികസന നിലപാടുകൾ സോഷ്യലിസ്റ്റ് വികസന നിലപാടുകളാണ്. ഇന്ത്യൻ ഭരണകൂടത്തെ തീരുമാനിക്കപ്പെടേണ്ടത് ജനാധിപത്യപരമായിട്ടാണ് എന്ന് നമ്മൾ കരുതുന്നത്. നമുക്കറിയാമല്ലോ, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും, ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്കായി നമ്മുടെ നാട്ടിൽ നടന്ന ആദ്യത്തെ സമരം എന്ന അർത്ഥത്തിൽ 5 അംഗ സമരം, 5 തെങ്ങിൽ നടന്ന വിപ്ലവത്തെ പറ്റി നിങ്ങൾക്ക് ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 5 തെങ്ങിൽ സമരം നടക്കുന്നത് 1721-ലാണ്. ആ 5 തെങ്ങിലെ വിപ്ലവം ഉണ്ടാകുന്നത്, 5 തെങ്ങിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു കലാപം. ആ കലാപത്തിലൂടെ 140 ബ്രിട്ടീഷ്
ഉദ്യോഗസ്ഥന്മാർ കൊലചിക്കപ്പെട്ട വിഷയം യഥാർത്ഥത്തിൽ അത് അഞ്ചുതെങ്ങുമായി ബന്ധപ്പെട്ടുള്ള അവിടെ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഒരു കോട്ടയുമായി മാത്രം ബന്ധപ്പെട്ട വിഷയമായിട്ടില്ല. തിരുവിതാംകൂറിലെ കുരുമുളക് വളരെ വില കുറച്ചും വഞ്ചന നടത്തിയും ബ്രിട്ടീഷുകാർ സ്വരൂപിക്കുന്നതിനെതിരെ ആദ്യമായി അതിന്റെ വേദന ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ കുരുമുളക് കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന ഇസ്ലാമിക മതവിശ്വാസികളെ കച്ചവടക്കാരായി. അത്തരം ആളുകളുടെ പ്രശ്നം പൊതുപ്രശ്നമായി കണ്ടുകൊണ്ടാണ് ഈ ആറ്റിങ്ങൽ റാണിയുടെയും വേണാട് രാജാക്കന്മാരുടെയും ഈ അവിഹിത വേഷകൾക്കെതിരെ ജനങ്ങൾ ആ 5 തെങ്ങ് വിപ്ലവം ഉണ്ടാക്കി 1721 സംഭവിച്ചത്. ഞാൻ മറ്റൊരു ഉദാഹരണം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി ഞാൻ പറയാൻ ശ്രമിക്കുന്നത് സമയക്കുറവുകൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടത് പ്ലാസി യുദ്ധത്തിലെ ബ്രിട്ടീഷുകാരുടെ വിജയത്തിലൂടെയാണ്. 1757 പ്ലാസി യുദ്ധത്തിന് ശേഷം ബംഗാൾ പ്രവിശ്യകൾ ബ്രിട്ടന്റെ നിയന്ത്രണത്തിലാകുമ്പോൾ ബംഗാളിലെ സന്യാസിമാരും സൂഫികളും നടത്തിയ ഒരു കലാപമുണ്ട്. അതിന്റെ പേരാണ് സന്യാസി സൂഫി കലാപം. ആ കലാപത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അന്ന് ബംഗാളിലേക്ക് ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് സന്യാസിമാർ തീർത്ഥാടനം നടത്തും. അങ്ങനെ തീർത്ഥാടനത്തിന് വേണ്ടി വരുന്ന സന്യാസിമാർക്ക് വേണ്ട ചിലവുകൾ വഹിച്ചുകൊണ്ടിരുന്നത് ആ നാട്ടിലെ പ്രമാണിമാരും സെമീന്ദാർമാരുമായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ഈ ബംഗാൾ പ്രവിശ്യ കൈയടക്കിയതിനു ശേഷം ഈ ആനുകൂല്യങ്ങൾ ആ സന്യാസിമാർക്ക് നഷ്ടപ്പെടുന്നു. അങ്ങനെ ആ സന്യാസിമാർക്ക് അവരുടെ ആനുകൂല്യം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് സന്യാസിമാരും ഫക്കീർമാരും ചേർന്നുകൊണ്ട് ബ്രിട്ടന് എതിരെ വലിയ കലാപം അവിടെ ആരംഭിക്കുന്നത്. 1757 ബ്രിട്ടീഷുകാർ പ്ലാസി യുദ്ധത്തിൽ വിജയിക്കുമ്പോൾ 1763 മുതൽ അതിന്റെ അവസാനം വരെ 1763 മുതൽ 1800 വരെ നീണ്ടു നിന്ന വലിയൊരു കലാപം നടത്തിയത് ഒരേ സമയം സൂഫികളും സന്യാസിമാരും ചേർന്നുകൊണ്ടാണ്. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. അയോധ്യ, ഇന്നത്തെ അയോധ്യ ആയിരുന്നില്ല സ്വാതന്ത്ര്യ സമര കാലത്ത് അയോധ്യ. 1857 അവിടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത അവിടുത്തെ 2 സമുദായത്തിന്റെയും പ്രധാനപ്പെട്ട 2 വ്യക്തികളെ, ഒന്ന് അവിടുത്തെ ഹനുമാൻ ദേവാലയത്തിന്റെ പൂജാരിയായ വ്യക്തിയെയും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഇസ്ലാമിക മതപ്രചാരകരും വിശ്വാസിയുമായ ഒരു പ്രധാന വ്യക്തിയും ഈ വ്യക്തിയായ 2 ആളുകളെ ബ്രിട്ടീഷുകാർ ഈ പറയുന്ന അയോധ്യയിലെ ഒരു വലിയ പുളിമരത്തിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തി. എന്ന് മാത്രമല്ല, അവരെ കൊലപ്പെട്ടതിന് ശേഷം ആ പുളിമരം ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ ആ നാട്ടുകാർ തീരുമാനിച്ചപ്പോൾ ആ പുളിമരം വെട്ടിമാറ്റി. ഞാൻ പറഞ്ഞു വന്നത് ഇതായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളുടെ മതേതരമായ അല്ലെങ്കിൽ മതാതീതമായ പൊതുവികാരമെങ്കിൽ ഇതേ കാലത്ത് തന്നെ നിശബ്ദമായി ഹൈന്ദവ മതമൗലിക ബോധം എങ്ങനെയാണ് ജനങ്ങളെ വല്ലാതെ ആക്രമിച്ചത് എന്നതിന്റെ ഉദാഹരണമാണ് ആനന്ദ് മഠ് എന്ന് പറയുന്ന നോവൽ. ഞാൻ മുമ്പ് പറഞ്ഞത് ബംഗാളിൽ 1763 മുതൽ 1800 വരെ നടത്തിയ ബംഗാളിലെ സന്യാസിമാരുടെയും ഫക്കീർമാരുടെയും കലാപം ഒരു വശത്ത് നടക്കുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ആ കാലത്ത് ബംഗാളിൽ വലിയ വരൾച്ച ഉണ്ടായി. 3 കോടിയോളം ആളുകളാണ് ആ കാലത്ത് ബംഗാളിൽ മരണപ്പെട്ടത്. ആ കാലത്തെ സൂചിപ്പിച്ചുകൊണ്ട് എഴുതിയ ആനന്ദ് മഠ് എന്ന് പറയുന്ന നോവൽ, ആനന്ദ് മഠ് എന്ന് പറയുന്ന നോവലിലാണ് വന്ദേ മാതരം എന്ന കവിത അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ നോവലിൽ 160 പേജുള്ള ആ നോവലിൽ ഈ നോവൽ എഴുതിയ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്ന ആൾ ബ്രിട്ടീഷുകാരുടെ കീഴിൽ മജിസ്ട്രേറ്റായി ജോലിക്ക് പ്രവേശിച്ച് ജില്ലാ മജിസ്ട്രേറ്റായി സബ് മജിസ്ട്രേറ്റായി ജോലിക്ക് പ്രവേശിച്ച് ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് 1880കളുടെ അവസാനം അയാൾ ജില്ലാ ജഡ്ജായി റിട്ടയർ ചെയ്ത വ്യക്തിയായിരുന്നു. അയാൾ എഴുതിയ ആ നോവൽ അടിമുടി, നിങ്ങൾ സമയമുണ്ടെങ്കിൽ ഇത് വായിക്കണം, അടിമുടി. ആ നോവൽ പറയുന്നത് ഇന്ത്യയുടെ ശത്രുക്കൾ ഇസ്ലാമിക മതവിശ്വാസികളാണ്, അവരെ കൊലപ്പെടുത്തലാണ് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള മാർഗം, ബ്രിട്ടീഷുകാർക്ക് ബുദ്ധിയുള്ളവരാണ്,
കേണൽ തോമസിനെ പോലുള്ള ആളുകൾക്കെതിരെയല്ല ഞങ്ങളുടെ കലാപം. ഞങ്ങളുടെ കലാപം